കൊൽക്കത്ത മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. 13 ഓവറിൽ കൊൽക്കത്ത റൺസ് മറികടന്ന് കളി ജയിച്ചു. SRH ഇന്ന് 159 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊൽക്കത്തയ്ക്ക് അവർ ഒരു എതിരാളി പോലും അല്ലായിരുന്നു. കൊൽക്കത്ത അങ്ങനെ IPLന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം കൊൽക്കത്തയുടെ ഓണർ ഷാറുഖ് ഖാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാറുഖ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്രാവശ്യം ഞങ്ങൾക്ക് എന്ത് വില കൊടുത്തും കപ്പ് നേടണം. അതുകൊണ്ട് ഞങ്ങൾ മികച്ച രീതിയിലാണ് ഇപ്രാവശ്യം കളിക്കുന്നത്. കൊൽക്കത്ത ടീം കപ്പ് നേടിയിട്ട് ഒരുപാട് കാലമായി. ഗംഭീറിന് ശേഷം ഒരു കപ്പ്, അതാണ് എൻ്റെ സ്വപ്നം. ഇപ്രാവശ്യം ഗംഭീറിനെ ഞങ്ങൾ കോച്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൊൽക്കത്ത കപ്പ് നേടുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളിപ്പോൾ ഫൈനലിലെത്തി. ഞങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് വ്യക്തമല്ല. എങ്കിലും ഞങ്ങൾ പേടിക്കുന്ന ഒരു ടീമുണ്ട്, അത് രാജസ്ഥാനാണ്. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. ഞങ്ങൾ ഈ IPLൽ ഒരു വട്ടം രാജസ്ഥാനെതിരെ തോറ്റിട്ടുണ്ട്. ഫൈനലിൽ രാജസ്ഥാനെ കിട്ടാതിരിക്കാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് RCB അല്ലെങ്കിൽ ഹൈദരാബാദ്, ഇവർക്കെതിരെ ജയിക്കാൻ ഈസിയായിട്ട് സാധിക്കും. ഞങ്ങളിപ്പോൾ ഫൈനലിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ കപ്പ് നേടിയേ മടങ്ങുമെന്ന് ഷാറുഖ് ഖാൻ വ്യക്തമാക്കി. ഗംഭീറിന് ശേഷം ശ്രേയസ് അയ്യർ കൊൽക്കത്തയ്ക്ക് വേണ്ടി ഇപ്രാവശ്യം കപ്പ് നേടും. എങ്കിലും ഈ ഒരു കപ്പ് ഗൗതം ഗംഭീറിൻ്റെ പേരിലായിരിക്കും. കാരണം ഗംഭീർ കോച്ചായ ശേഷമാണ് കൊൽക്കത്ത ടീം ഇപ്പോൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഗംഭീറിൻ്റെ ഒരുപാട് തന്ത്രങ്ങൾ കൊൽക്കത്ത പയറ്റിയിട്ടുണ്ട്. പക്ഷേ കൊൽക്കത്ത ടീമിന് രാജസ്ഥാനെ ഭയമാണ്. രാജസ്ഥാൻ ഈ IPLൽ ഒരു വട്ടം കൊൽക്കത്ത ടീമിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പേടി കൊൽക്കത്തയ്ക്ക് ഇപ്പോഴുമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ കൊൽക്കത്ത ടീമിനെ പേടിക്കേണ്ടിയിരിക്കുന്നു. അത്ര മികച്ച രീതിയിലാണ് അവർ കളിക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.